റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് പ്രത്യേക ഉപജീവന പാക്കേജുമായി സർക്കാർ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ 2 ലക്ഷം രൂപ ഗ്രാന്റ് നൽകും. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കാണ് 2 ലക്ഷം രൂപ നൽകുക. ഭാഗികമായി നഷ്ടം സംഭവിച്ചവർക്ക് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയും നൽകും. 357 പേരുടെ പട്ടിക തയ്യാറാക്കി. ഇതിൽ ഉൾപ്പെട്ടവർക്കാണ് സഹായം ലഭിക്കുക. 3.5 കോടി രൂപയാണ് CMDRF നിന്ന് സർക്കാർ അനുവദിച്ചത്. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ റഹീസ് റഷീദ്. അങ്ങനെ ചൂരൽമല മുണ്ടക്കൈയിലെ മനുഷ്യരുടെ ദുരിതം നമ്മൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ CMDRF നിന്ന് കൂടുതൽ പണം അനുവദിക്കുകയാണ്. അത് ഏതൊക്കെ രീതിയിലാണ് അനുവദിക്കുന്നത്? അരുൺ, ചൂരൽമല ദുരന്തത്തിൽ ഗുണഭോക്താക്കളായ അല്ലെങ്കിൽ അതിൽ അഫക്ട് ചെയ്ത ആളുകളെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള സർക്കാരിന്റെ നടപടിക്രമങ്ങൾ ഓരോ തലത്തിൽ നടക്കുകയാണ്. ഏറ്റവും പുതുതായി വന്നത് അവിടെ ഈ ദുരന്തം മൂലം ഉപജീവനം നഷ്ടപ്പെട്ട ആളുകൾക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള ഒരു നടപടി. അതിനുവേണ്ടി സർക്കാർ ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. 4 കാറ്റഗറിയിലായിട്ടാണ് ആളുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ 357 പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. ഈ 357 പേരിൽ കാറ്റഗറി 1, കാറ്റഗറി 2 എന്ന് പറയുന്നത് വീട്, സ്ഥലമടക്കം ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായവരാണ്. അവർക്ക് ഒരു ഗുണഭോക്താവിന് 2 ലക്ഷം രൂപ വീതമാണ് സർക്കാർ ഗ്രാന്റായി നൽകുക. ഇതിൽ 5 പേർ കൂടിച്ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അവർക്ക് 10 ലക്ഷം രൂപ ഒരുമിച്ച് തന്നെ സർക്കാർ നൽകും. മറ്റൊന്നത് കാറ്റഗറി 3യിലുള്ളവരാണ്. കാറ്റഗറി 3 എന്ന് പറയുന്നത് മറ്റ് നഷ്ടങ്ങളൊന്നുമില്ല, പക്ഷെ അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു എന്നുള്ളവരാണ്. അവർക്ക് കുടുംബശ്രീ മുഖേനയോ ഒപ്പം ബാങ്ക് മുഖേനയോ വായ്പ എടുക്കുകയാണെങ്കിൽ അവരുടെ 60% പൈസ തിരിച്ചടയ്ക്കുന്നത് സംസ്ഥാന സർക്കാരായിരിക്കും. 40% രൂപ മാത്രം അവർ തിരിച്ചടച്ചാൽ മതി. കാറ്റഗറി 4ലുള്ളവരും ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ആളുകൾ തന്നെയാണ്. അവർ എടുക്കുന്ന വായ്പയുടെ 40% സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കും. ഇത് സംബന്ധിച്ച ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. ഇതിനായി 3,61,66,000 രൂപ പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ ഉത്തരവ് റവന്യൂ വകുപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ പണം കണ്ടെത്തുക. അത് അങ്ങനെയുള്ള ഉത്തരവാണ് പുറത്തു വന്നത്. മൊത്തം സർക്കാരിന്റെ ലിസ്റ്റിൽ 619 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 357 പേർ ഒഴികെയുള്ള ബാക്കിയുള്ളവർക്ക് ഇതിനകം തന്നെ ഉപജീവനത്തിനുള്ള മാർഗം കണ്ടു എന്ന കുടുംബശ്രീയുടെ ഒരു സർവേ നടത്തിയാണ് ഈ കണക്കെടുത്തത്. അതിൽ ഒരു ഉപജീവന മാർഗവും ഇതുവരെ ആകാത്ത 357 പേരെ സർക്കാർ കൈപിടിക്കുകയാണ്. അരുൺ, താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ റഹീസ് റഷീദ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്.